നേച്ചർ വിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ ശാന്തസുന്ദരമായ ഒരു ഇടം എൻ്റെ യാത്രാമധ്യേ കണ്ടപ്പോൾ എൻ്റെ പ്രിയ പ്രേക്ഷകരോട് എന്തെങ്കിലുമൊക്കെ സംവദിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ദിനംപ്രതി സുഖങ്ങളും സൗകര്യങ്ങളും ടെക്നോളജിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മളൊക്കെ പലപ്പോഴും പല മാനസിക പിരിമുറുക്കങ്ങളിലും അകപ്പെട്ട് ശാരീരികമായും മാനസികമായും തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഏക കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് അനുഭവപ്പെട്ട ഒരനുഭവമാണ്. ഞാൻ ഈ ഒരു നിഗമനത്തിലെത്താൻ കാരണം ഞാനിങ്ങനെ ഒരു യാത്രയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ കയറി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ദുആ കഴിഞ്ഞ് അവിടുത്തെ ഇമാമ് ആദ്യമായിട്ട് വളരെ ധൃതിപ്പെട്ട് അയാൾ എണീറ്റോടുന്നുണ്ട്. എന്തിനാണ്, എങ്ങോട്ടാണ് ഇയാൾ പോകുന്നതെന്ന് നോക്കിയപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരുപാട് ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ആ പള്ളിയിൽ അദ്ദേഹം സലാം വീട്ടിയ ഉടനെ ചെയ്യുന്ന ആദ്യത്തെ കർമ്മം ആ പള്ളിയിലെ ഫാനുകളൊക്കെ ഓഫാക്കുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ആ ഫാനുകളെല്ലാം അദ്ദേഹം ഓഫ് ചെയ്തു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ എത്ര പുരോഗമനം നമുക്കുണ്ടായാലും എത്ര സുഖ സൗകര്യങ്ങളുണ്ടായാലും നമ്മളൊക്കെ സ്വാർത്ഥന്മാരാണ്. നമ്മുടെ കാര്യത്തിൽ മാത്രമാണ്, നമ്മുടെ സുഖങ്ങളിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിൽ നിന്ന് മാറി എല്ലാവർക്കും വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഇതിലൊക്കെ പങ്കുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കുക, എല്ലാവരുടെ സുഖ സൗകര്യങ്ങളും നമ്മൾ അന്വേഷിക്കുക, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴൊക്കെയാണ് നമ്മുടെ മനസ്സ് വിശാലമാകുന്നത്. അല്ലാത്ത പക്ഷം നമ്മുടെ മനസ്സ് പിരിമുറുക്കങ്ങളിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും അകപ്പെട്ട് ആകെ മാനസികമായും ശാരീരികമായും നമ്മൾ തളർന്ന് രോഗികളായിത്തീരും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിന്ത, ഈ ഒരു വിശാലമായ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ മാനസികമായും ശാരീരികമായും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകണം.